മനസ്സിന് സന്തോഷം തോന്നുന്നു. മഴ, കാറ്റ്, പൂക്കൾ ഇതിനെല്ലാം സ്നേഹിക്കാത്ത മനുഷ്യർ ഈ ഭൂമിയിലുണ്ടോ? കവികൾ പോലും പണ്ട് പൂക്കളെക്കുറിച്ച് എത്രയെത്ര നല്ല പാട്ടുകളാണ് വർണ്ണിച്ചിരിക്കുന്നത്. നമ്മളും കാലത്തെ തന്നെ ഒരു ഗ്ലാസ് ചായയുമായി ഉമ്മർത്ത് ചാരുകസേലയിലോ അല്ലെങ്കിൽ നിലത്തോ ഇരുന്ന് ചായ കുടിക്കുമ്പോൾ നമ്മുടെ ഉമ്മർത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു പൂവിലേക്ക് നോക്കുമ്പോൾ അത് തേൻ കുടിക്കാൻ വന്നിരിക്കുന്ന തുമ്പികളെയും കിളികളെയും ഒക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഫീൽ തന്നെയല്ലേ? അതുപോലെ തന്നെ മഞ്ഞുതുള്ളികൾ, ഈ ചെടികളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ മഞ്ഞുതുള്ളികളിൽ സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ വൈഡൂര്യം പോലെ തിളങ്ങുകയായിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമ്മളും നമ്മുടെ ബാല്യത്തിലേക്ക് തന്നെയല്ലേ തിരിച്ചുപോയിക്കൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ പൊയ്യ പഞ്ചായത്തിലെ 8ാം വാർഡിലെ ഒരു സ്ഥലമാണ് ജഡ്ജിമുക്ക്. ഈ പേര് തന്നെ നമുക്ക് വളരെ കൗതുകമോ അല്ലെങ്കിൽ വിചിത്രമായി തോന്നാം. എന്താണ് ഇങ്ങനൊരു സ്ഥലത്തിനൊരു പേര് വരാൻ എന്നുള്ളത്. ആ നാട്ടിൽ ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് അധികം ജഡ്ജിമാരധികം ഉണ്ടായിട്ടില്ല. പണ്ട് ഇങ്ങനെ ഒരു ജഡ്ജി ഉണ്ടായപ്പോൾ ചിലപ്പോൾ ആ നാട്ടുകാർക്കൊരു കൗതുകമായിരുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അവർ ആ ജഡ്ജിയോടുള്ള സ്നേഹം കൊണ്ട് ആ ജംഗ്ഷന് ഒരു പേരിട്ടു, ജഡ്ജിമുക്ക്. ഞാനിപ്പോൾ ഈ ജഡ്ജിയെക്കുറിച്ച് പറയാൻ കാരണം, അതിനു മുമ്പ് പറയാം, അദ്ദേഹത്തിന് അവിടെ ഭാര്യയും ഒരു മകനുമാണ് ഉള്ളത്. ഇപ്പോൾ ആ മകൻ വിവാഹം കഴിച്ചു, 2 മക്കളൊക്കെ ആയിട്ട് താമസിക്കുന്നു. ജഡ്ജിയും ഭാര്യയും ഇന്ന് ജീവിച്ചിരിക്കുന്നുമില്ല. പക്ഷേ ഞാനിന്നിപ്പോൾ ഈ ജഡ്ജിയെക്കുറിച്ച് പറയാൻ കാരണം, അല്ലെങ്കിൽ ജഡ്ജിമുക്കിനെ കുറിച്ച് പറയാൻ കാരണം, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് നമുക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ മനോഹരമായൊരു പൂന്തോട്ടം നമുക്ക് കാണാം. ഇനി നമുക്ക് ആ പൂന്തോട്ടം ഒന്ന് കണ്ടു നോക്കാം. ഇനി നമ്മൾ കടന്നു ചെല്ലാൻ പോകുന്നത് ഈ ജഡ്ജിയുടെ വീട്ടിലേക്കാണ്. നമ്മൾ കടന്നു ചെല്ലുമ്പോൾ തന്നെ വളരെ മനോഹരമായി, എന്നാൽ നമ്മൾ കാണാത്ത രീതിയിലൊക്കെയാണ് ഇതിൻ്റെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു കലാകാരൻ്റെ കരവിരുത് മുഴുവൻ ആ മുറ്റത്ത് അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ടൈലിട്ട് അതിൻ്റെ നടുക്ക് പുൽത്തകിടിയൊക്കെ വച്ചു പിടിപ്പിച്ച് നമ്മൾ അവിടുത്തെ ചെടികളൊക്കെ കണ്ട് നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കുന്നത് തൊട്ടടുത്തുള്ള കിണറിലേക്കാണ്. ഒരു കിണർ ഇത്ര മനോഹരമായി ഒരു കലാകാരനെ ഒരുക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ ഓർക്കാതിരിക്കാനും പറ്റില്ല. അത് ആരാ ചെയ്തതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത്ര മനോഹരമായി അദ്ദേഹത്തിൻ്റെ കരവിരുത് മുഴുവൻ അദ്ദേഹം ആ കിണറിൽ അതുപോലെ ചെടി ഒരുക്കി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ചുറ്റുമുള്ള ചെടിത്തോട്ടവും കിണറിൻ്റെ ഭംഗിയും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം.